കാരുണ്യമൂറും ഹൃദയത്തിലെന്നെ നീ എന്നും കനിവോടെ ചേർത്തിടണേ. നന്മ തൻ ദീപം തെളിച്ചു മനസ്സിൻ ഇരുൾ നീക്കിയെന്നുമേ കാത്തിടണേ. നാവു പിഴയ്ക്കാതെ നാമങ്ങൾ ചൊല്ലുവാൻ നാരായണി നീ നയിച്ചിടണേ. അമ്മേ സരസ്വതി വിദ്യാപ്രദായിനി സദ്ബുദ്ധി എന്നു മരുളിടണേ. അക്ഷരദേവതേ അജ്ഞാനനാശികേ നന്മ തൻ ദീപമേ കൈതൊഴുന്നേ. നന്ദി. ഒന്നും കൂടി എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ രേഷ്മയാണ് നമ്മുടെ ഇന്നത്തെ വ്യക്തി. Dear friends, it's my great honor and privilege to introduce Dr. Reshma. Dr. Reshma hails from Palakkad and completed her schooling at Kendriya Vidyalaya. She pursued her MBBS in 2006 and later completed her MD in Pediatrics in 2014 for Government Medical College, Tirunelveli. Driven by her passion for advancing knowledge in her field, she went on to obtain her DM in endocrinology in 2021 from Banaras Hindu University. She is currently serving as assistant professor in the Department of Endocrinology at Government Medical College, Tirunelveli, where she is actively involved in clinical care, teaching, and research. Her present research focuses on the prevalence of pancreatic exocrine insufficiency in type 1 diabetes mellitus and the clinico-epidemiological profile of disorders of sex development in a tertiary care setting. Beyond her professional achievements, Dr. Reshma is a dedicated family person. She is married to a surgeon serving at the Kottayam General Hospital and is a proud mother of 2 wonderful children, Varada and Vaibhav. Please join me in warmly welcoming Dr. Reshma. Dr. Reshma. Thank you, ma'am. Thank you, ma'am, for this wonderful introduction. So, are my slides visible? Yes. So, basically, slide എന്തിനാ ഇട്ടെന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് തൈറോയിഡിനെ കുറിച്ച് സംസാരിക്കാൻ. തൈറോയിഡ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന സംശയങ്ങള്, അപ്പൊ അതിനെ നിവർത്തീകരിക്കാൻ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്ന എളുപ്പമാണെന്നുള്ള രീതിയിലാണ് ഞാൻ സ്ലൈഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അപ്പൊ ഈ തൈറോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി ശരിക്കും എന്താണ്? നമ്മുടെ കഴുത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പോ തൈറോയിഡ് ഗ്രന്ഥിക്ക് പല ആക്ഷനുണ്ട് നമ്മുടെ ശരീരത്തില്. നമ്മുടെ ഹാർട്ടിനെ, ബ്രെയിനിനെ, നമ്മുടെ വെയിറ്റിനെ, നമ്മുടെ ഫുൾ ബോഡിയുടെ മെറ്റബോളിസത്തിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും വരുന്ന ഹോർമോണുകൾ. അപ്പൊ ഈ തൈറോയിഡ് ഗ്രന്ഥി എവിടെയാണെന്ന് ചോദിച്ചാൽ കഴുത്തിലാണ്. കഴുത്തിന്റെ പുറം വശത്തിലായിട്ടാണ്. അതായത് നമ്മുടെ കഴുത്തിൽ പ്രധാനമായിട്ട് 2 സ്ട്രക്ചേഴ്സ് ഉള്ളത്. ഒന്ന് ശ്വാസനാളം, അതിന്റെ തൊട്ട് പിന്നാലെ ആയിട്ടാണ് അന്നനാളം. ശ്വാസനാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രക്കിയ, അന്നനാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസോഫാഗസ്. അതിന്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഇരിക്കുന്നത്. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി ചെറിയ മുഴയൊക്കെ പ്രായം ചെല്ലുന്തോറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഒരു മുഴ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എപ്പോഴും തൊണ്ടയിൽ എന്തോ ഇരിക്കണ പോലെ ഒരു തോന്നല്, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ അതൊക്കെ യൂഷ്വലി നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലാണ് കൂടുതലും സമയം. ബിക്കോസ് ആ റൈറ്റ് സൈഡിലുള്ള പിക്ചറിനെ പോലെ ഒരു വലിയ തൈറോയിഡ് ഗ്രന്ഥി ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് എല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. പക്ഷെ ചെറിയൊരു ഗ്രന്ഥിയിലുള്ള വീക്കം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ നമ്മുടെ ബോഡിയിലെല്ലാം ഒരു ഗോഡ് ഗിവൺ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു കൺട്രോളിലാണ്. നമ്മുടെ ഹോൾ ലൈഫ് ഇപ്പൊ സ്കൂളിൽ പോയ ടീച്ചർമാര് ക്ലാസ്സിൽ എങ്ങനെ കുട്ടികൾ ഇരിക്കും എല്ലാം കൺട്രോൾ ചെയ്യും. അതുപോലെ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസും കൺട്രോൾഡ് ആയിട്ടാണ്. സോ ദാറ്റ് കൂടുതലും പാടില്ല, കുറവും പാടില്ല. അപ്പൊ ഈ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിലുള്ള ഗ്രന്ഥി ഞാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ തൊട്ട് മേലെ അതിനെ കൺട്രോൾ ചെയ്യാൻ ഇരിക്കുന്ന പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ ഗ്രന്ഥിയാണ്. നമ്മൾ പണ്ട് സ്കൂളില് മാസ്റ്റർ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിറ്റ്യൂട്ടറിന്ന് വരുന്ന ഈ TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന 2 ഹോർമോണുകളാണ് T4ഉം
T3യും T4ഉം T3യും. അപ്പൊ T4ഉം T3യും ശരീരത്തിൽ കൂടാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും TSH കുറയും. അതേപോലെ T4ഉം T3യും കുറയാൻ തുടങ്ങിയാൽ TSH കൂടും. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ബാലൻസ് നിലനിർത്താൻ. ഓക്കെ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് TRH എന്ന് പറഞ്ഞൊരു ഹോർമോൺ വിച്ച് ഇസ് കമ്മിങ് ഫ്രം ഹൈപ്പോതലാമസ്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരാളുടെ ബ്ലഡ് ടെസ്റ്റിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ചെയ്യുന്നത് TSHഉം പിന്നെ T4ഉം T3യും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആക്ഷൻസ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കൊക്കെ ഒരു ബേസൽ മെറ്റബോളിക് റേറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റിയും ചെയ്തില്ലെങ്കിലും കുറച്ച് നമ്മുടെ ഈ ബോഡിയിൽ ഫങ്ഷൻസ് നിലനിർത്താൻ നമ്മുടെ ബോഡിക്ക് ഒരു എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പൊ ഈ തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ മെറ്റബോളിസം വളരെ കൂടുതലായിരിക്കും. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞൊരു അവസ്ഥ. അപ്പൊ അവരിങ്ങനെ മെലിഞ്ഞുണങ്ങിയിരിക്കും. അതേപോലെ ഹൈപ്പോ തൈറോയിഡിസം ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ലെവൽ കുറയുമ്പോൾ ഈ മെറ്റബോളിസം കുറയും. അപ്പൊ എന്ത് പറ്റും? അവർക്ക് വണ്ണം വരും. പക്ഷെ ഇതിൽ വേറൊരു ക്യാച്ച് ഉള്ളത്, ഇച്ചിരി വണ്ണം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ TSH എന്നുള്ളതിന്റെ ലെവല് ഇച്ചിരി കൂടുതലായിരിക്കും നോർമലി ബോഡിയിൽ. ഓക്കെ, അപ്പൊ മിക്ക ആൾക്കാരും പറയും എന്റെ TSH കൂടിയിരിക്കുന്നുണ്ട്, അത് കാരണമാണ് എനിക്ക് വണ്ണം എന്ന്. പക്ഷെ വണ്ണം കാരണം ചെറുതായിട്ട് TSH കൂടിയിരിക്കുന്നതാണ്, അതിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല. വണ്ണം കുറയ്ക്കുമ്പോൾ TSH സ്വാഭാവികമായിട്ടും കുറയും. പിന്നെ ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യും. അപ്പൊ ഹോർമോൺ ശരീരത്തിൽ കുറവാണെങ്കിൽ നമുക്ക് ഹാർട്ട് റേറ്റ് ഒക്കെ കുറഞ്ഞിരിക്കും. കൂടുതലാണെങ്കിൽ നല്ല വെപ്രാളം പോലെ ഇങ്ങനെ ഹൃദയമിടിപ്പ് കൂടിയിരിക്കും. പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ തൈറോയ്ഡ് ഹോർമോൺ ഹെൽപ്പ് ചെയ്യും, കൂടിയിരിക്കും. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ വളർച്ച, ഹൈറ്റ് ഒക്കെ വെക്കാനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ്. അപ്പൊ ഒരു അമ്മയുടെ എന്താ പറയാ വൂമ്പിൽ ഇരിക്കുമ്പോ തൊട്ട് നമ്മുടെ മരണം വരെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഹോർമോൺ ആണ് തൈറോയിഡ് ഹോർമോൺ. പക്ഷെ എന്താണ് ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ തൈറോയിഡ് ഹോർമോൺ ഡയബറ്റീസ് പോലത്തെ ഒരു ഭീകരമായ അസുഖമല്ല. ഡയബറ്റീസ് ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാ ഓർഗൻസിനെ അഫക്ട് ചെയ്യും. ചിലപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടി വരും. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം വാങ്ങിച്ച ഒരു കുഞ്ഞു ഗുളിക തൈറോക്സിൻ, ഹൈപ്പർ തൈറോയിഡിസം വാങ്ങിച്ച ആന്റി തൈറോയിഡ് ഡ്രഗ്, അത് കുറച്ചും കൂടെ അത്ര സേഫ് അല്ലാത്തൊരു മരുന്നാണ്. പക്ഷെ രണ്ടിനും നമുക്ക് ഗുളികകളും വേറെ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഒരു നല്ല ഓട്ടോഇമ്മ്യൂൺ അസുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഈ തൈറോയിഡ് റിലേറ്റഡ് ഗ്രന്ഥിയിൽ വരാൻ പറ്റുന്ന മെയിൻ അസുഖങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസം, ഹോർമോൺ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ, ഹൈപ്പർ തൈറോയിഡിസം, ഹോർമോൺ കൂടിയിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഹോർമോൺ കുറഞ്ഞിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പൊ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയ T3യും T4ഉം കുറവായിരിക്കും, പക്ഷെ അപ്പൊ TSH കൂടിയിരിക്കും. അതേപോലെ ഹോർമോൺ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ T3 T4 കൂടുതലായിരിക്കും, അപ്പൊ TSH കുറഞ്ഞിരിക്കും. ഇതാണ് ഒരു നോർമൽ രീതി. അപ്പൊ എന്തൊക്കെയാണ് ഈ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ? അപ്പൊ നല്ലോണം തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞിരുന്ന വെയിറ്റ് കൂടാം, നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നാം, നമുക്ക് എന്നും ഒരു എന്താ പറയാ ടോയ്ലറ്റ് പോകാൻ ബുദ്ധിമുട്ടായിരിക്കാം, മലബന്ധം ഉണ്ടാവാം. അതേപോലെ കോൾഡ് ഇൻടോളറൻസ്, അതായത് ചെറിയ തണുപ്പ് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇതൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ. പക്ഷെ ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പലപ്പോഴും തോന്നും ഈ സിംറ്റംസ് ഒക്കെ. അപ്പൊ വളരെയധികം ഒരു എന്താ പറയാ ഏറ്റവും കൂടുതൽ ആൾക്കാർ തന്നെ പോയിട്ട് കുറച്ചൊന്ന് വണ്ണം കൂടിയാലും ഒക്കെ ചെയ്ത് നോക്കുന്ന ടെസ്റ്റാണ് തൈറോയിഡിന്റെ ടെസ്റ്റ്. അപ്പൊ അത് എപ്പോഴും നമ്മൾ എല്ലാം കൂടെ കണക്കിലെടുത്താണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. അവിടെയാണ് ഒരു എൻഡോക്രൈനോളജിസ്റ്റിന്റെ റോള് വരിക. അപ്പൊ തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ എല്ലാത്തിനും കാരണം തൈറോയിഡ് ആണെന്ന് വിചാരിക്കരുത്. ബിക്കോസ് ഈ പറഞ്ഞ നമുക്ക് അല്ലാതെ തന്നെയും വരാം. അപ്പൊ ഇത് തൈറോയിഡിലേക്ക് മാത്രം നമ്മൾ പോയിന്റ് ചെയ്യുന്നത് ശരിയല്ല. അതേപോലെ എന്താ അപ്പൊ തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റ്? ശരീരത്തിൽ ഹോർമോൺ കുറവാണെങ്കിൽ ഒരു ഗുളിക, രാവിലെ ഒരു ഗുളിക. അപ്പൊ ഈ ഗുളികയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ ഗുളിക രാവിലെ വെറും വയറ്റിലാണ് നമ്മൾ കഴിക്കേണ്ടത്. 1 മണിക്കൂറെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ. എന്താന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അബ്സോർപ്ഷൻ കുറയും. അതേപോലെ ഇപ്പൊ നമ്മൾ അയണിന്റെ ഗുളിക, കാൽഷ്യത്തിന്റെ ഗുളിക, ഗ്യാസിന്റെ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് ഈ ഗുളികയിൽ നിന്നും വെക്കണം. എന്നാലേ ഈ ഗുളിക നമുക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ ബോഡിക്ക്. പിന്നെ റെഗുലർ മോണിറ്ററിങ്, അതെന്താണ്? നമ്മുടെ ബ്ലഡില് TSHന്റെ ലെവൽ നമ്മളൊന്ന് നോക്കണം. ചിലപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഗുളികയുടെ അളവ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ ആദ്യമായിട്ട് ഗുളിക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഒന്നും കൂടെ വിളിക്കും. എന്നിട്ട് അവരുടെ
ഹോർമോണിന്റെ ലെവലൊക്കെ ബ്ലഡിൽ നോക്കും. പിന്നെ ഒരു സ്റ്റേബിൾ ഡോസ് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവർ 75 കഴിക്കുമ്പോൾ ഇവരുടെ TSH എപ്പോഴും നോർമൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വർഷത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്താലും മതി. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ TSH ചെക്ക് ചെയ്യുന്നതാണ് ഒരു ഹൈപ്പോതൈറോയിഡ് ആയിട്ടുള്ള ആൾക്ക് നല്ലത്. അതേപോലെ ഇനി ഹോർമോൺ ശരീരത്തിൽ കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളാ വരിക? നമുക്ക് വെയിറ്റ് ലോസ്, ഞാൻ പറഞ്ഞു മെറ്റബോളിസം കൂടിയിരിക്കും. പിന്നെ ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും, ഭയങ്കരമായിട്ട് നമ്മൾ വേർക്കും, നമുക്കൊരു വെപ്രാളം പോലെ തോന്നിയേക്കാം. അപ്പൊ ഇതൊക്കെയാണ് ക്ലാസിക്കൽ സിംറ്റംസ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ. അപ്പൊ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളൊരാൾക്ക് മിക്കവാറും ഇങ്ങനെ ഗ്രന്ഥി വീക്കം. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തിനെ നമ്മൾ ഗോയിറ്റർ എന്നാ വിളിക്കുക. അപ്പൊ ഗോയിറ്റർ ഉണ്ടാവാം, പിന്നെ വെയിറ്റ് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ലൂസ് ആവാം, ഹൃദയമിടിപ്പ് കൂടിയിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് തൈറോയിഡ് കൂടി നിൽക്കുന്ന അവസ്ഥയുടെ ഒരു ലക്ഷണം. അപ്പൊ തൈറോയിഡ് കൂടി നിൽക്കുമ്പോഴുള്ള ട്രീറ്റ്മെന്റ് നേരെ തിരിച്ചാണ്. അപ്പൊ ഇതിലെങ്ങനെയായിരിക്കും ബ്ലഡ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ T3 T4 കൂടിയിരിക്കും, TSH കുറഞ്ഞിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ ആന്റി തൈറോയിഡ് ഡ്രഗ്സ്, നേരത്തെ നമ്മൾ തൈറോക്സിനാ പറഞ്ഞത്, ഇവിടെ ആന്റി തൈറോയിഡ് ഡ്രഗ്സ് ലൈക്ക് കാർബിമസോൾ, മെത്തിമസോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഗുളികകള് നമ്മൾ ദിവസത്തിൽ 1, 2, 3 തവണയായിട്ട് ഡിവൈഡ് ചെയ്ത് തരും. ഇപ്പൊ മിക്ക ആൾക്കാരിലും നമ്മൾ ഈ ഗുളിക ഒരു 2 വർഷത്തേക്കൊക്കെയാണ് കൊടുക്കുക. 2 വർഷം കഴിഞ്ഞ ഒരു 60% ആൾക്കാരിലും പിന്നെ അസുഖം തിരിച്ചു വരില്ല. പക്ഷെ 40% ആൾക്കാരിൽ പിന്നെയും വരാം. അപ്പൊ ഈ അസുഖം, അപ്പൊ ഈ ഒരു ഗുളിക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മളിത് എഴുതുമ്പോഴേ അതിന്റെ ഒപ്പം പ്രിസ്ക്രിപ്ഷനിൽ എഴുതും തൊണ്ടവേദന, പനി, വല്ല റാഷ് ഒക്കെ വരുവാണെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ അടുത്തോട്ട് വരണമെന്ന്. ബിക്കോസ് ഈ ഗുളികകൾക്ക് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ടോട്ടൽ കൗണ്ടും ഒക്കെ കുറയ്ക്കാനുള്ള കഴിവും കൂടെ ഉണ്ട് ആന്റി തൈറോയിഡ് ഡ്രഗ്സിന്. അപ്പൊ വളരെ സേഫ് അല്ല, പക്ഷെ ഒരു ടൈം ടെസ്റ്റഡ് ഡ്രഗ് ആണ്, എല്ലാവർക്കും പറ്റില്ല. വളരെ റെയർ ആയിട്ട് ഇപ്പോ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ ഈ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. ഇപ്പൊ 2 വർഷത്തിന് ശേഷവും അവരുടെ അസുഖത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല എങ്കിൽ നമ്മൾ പിന്നെ റേഡിയോ ആക്റ്റീവ് അയോഡിൻ അതൊരു മരുന്ന് രൂപത്തിൽ കുടിക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അത് റേഡിയേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഗ്രന്ഥിനെ അത് ചുരുക്കി കളയും. അതാണ് റേഡിയോ ആക്റ്റീവ് അയോഡിൻ ചെയ്യുന്നത്. ഒരു മിനിറ്റ് ചെയ്തു. അപ്പൊ റേഡിയോ ആക്റ്റീവ് അയോഡിൻ നമ്മുടെ ഗ്രന്ഥിനെ ചുരുക്കി കളയും. അതാണ് റേഡിയോ ആക്റ്റീവ് അയോഡിൻ എന്ന് പറഞ്ഞ മരുന്ന്. പിന്നെ ചില ആൾക്കാരിൽ നമ്മൾക്ക് സർജറിക്കും പോണ്ടി വരും. ഇപ്പൊ വലിയൊരു ഗ്രന്ഥിയാണ്, നല്ല വീങ്ങിയിരിക്കുന്ന ഗ്രന്ഥിയാണ് എങ്കിൽ ചിലപ്പോൾ ഈ മരുന്ന് കുടിക്കുന്നതുകൊണ്ടും ഗ്രന്ഥി ചുരുങ്ങണം എന്നില്ല. അപ്പൊ ചിലപ്പോൾ സർജറിക്കും പോണ്ടി വരും. ഓക്കെ. പിന്നെ അപ്പൊ അങ്ങനെയാണ് ഈ ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ബ്ലഡിൽ ചെക്ക് ചെയ്യുന്ന ഒരു ഇതാണ് TSH, T3 T4. അപ്പം ഏറ്റവും നല്ലത് വെറുതെ പോയി ചെയ്യാതെ ഒരു ഡോക്ടറിനെ അഡ്വൈസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. മിക്ക നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിന്റെ പാനലുകളിലും TFT ഉണ്ട്. അപ്പൊ ചിലപ്പോൾ അത് എല്ലാവരും അതിന്റെ റിപ്പോർട്ടുമായിട്ടായിരിക്കും വരിക. പിന്നെ ഇപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ 3 ലാബിലെ റിപ്പോർട്ടുമായിട്ട് വരും. 3 ലാബിലും TSH വാല്യൂ ഓരോന്ന് പോലെ ആയിരിക്കും. അപ്പൊ TSHന്റെ അസേ ഓരോ ലാബ് ചെയ്യുന്ന രീതി, അപ്പൊ ചില ലാബുകൾ എന്ന് പറഞ്ഞാൽ കൊച്ചു ലാബുകളായിരിക്കും, ചില ലാബുകൾ എന്ന് പറഞ്ഞാൽ കുറെ സെന്റേഴ്സ് ഉള്ള ലാബുകളായിരിക്കും. അപ്പൊ അങ്ങനത്തെ ലാബിന്റെ റിസൾട്ട് അവർ ഓരോ അക്രഡിറ്റേഷൻ ഒക്കെ ഉള്ള ലാബുകളാണെങ്കിൽ അതായിരിക്കും കൂടുതൽ റിലയബിൾ. പിന്നെ ചില സാധനങ്ങൾ ഇങ്ങനെ ബയോട്ടിൻ, അപ്പം ചെറിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുടി ഒഴിച്ചലിന് ബയോട്ടിന്റെ ഗുളികകൾ ഒത്തിരി കഴിക്കും. അപ്പൊ ബയോട്ടിന്റെ ഗുളിക കഴിക്കുമ്പോൾ നമ്മുടെ തൈറോയിഡ് ഹോർമോണിന്റെ റിസൾട്ട് ബ്ലഡിലെ കുറച്ച് വ്യത്യാസങ്ങൾ വരാം. അത് റിസൾട്ടിൽ മാത്രം വരുന്ന വ്യത്യാസം, ആക്ച്വലി ബ്ലഡിൽ തൈറോയിഡിന്റെ ലെവലിൽ വലിയ കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും ടെസ്റ്റിന്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടർ അതിൽ വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ തൈറോയിഡ് ഹോർമോണിന് ഫെർട്ടിലിറ്റിയിലും ഒരു റോൾ ഉണ്ട്. പല പഠനങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. റിക്കറന്റ് പ്രഗ്നൻസി ലോസ് ഉള്ള ആൾക്കാരിൽ നമ്മളിപ്പോ അവരുടെ, അപ്പൊ ഞാൻ ഇത്രയും നേരം ബ്ലഡിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും, T3 T4 TSH നോക്കും എന്ന് പറഞ്ഞു. പിന്നെ ചില ആന്റിബോഡീസ് ഉണ്ട്, അതായത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് എതിരെ പ്രവർത്തിക്കുന്ന കുറച്ച് ആന്റിബോഡീസ്, TPO, TSH റിസപ്റ്റർ ആന്റിബോഡി. അപ്പൊ TPO ഒക്കെ ചില ആൾക്കാർ വരും, ഡോക്ടർ എന്റെ TPO 1000 ആണ്, വളരെ കൂടുതലാണ്, പക്ഷെ അതിന് സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. അപ്പൊ TPO പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിനെ എതിരെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പൊ TPO പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ തൈറോയിഡ് ഫംഗ്ഷൻ നോർമൽ ആണെങ്കിലും പിന്നീട് തൈറോയിഡിന്റെ ഫംഗ്ഷൻ മാറി ഹൈപ്പോതൈറോയിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത്രയൊക്കെ TPOന്റെ ആ ഒരു പോസിറ്റിവിറ്റിക്ക് നമ്മൾ ആ വില കൊടുക്കാനുള്ളൂ. അപ്പൊ ഒരു റിക്കറന്റ് പ്രഗ്നൻസി ലോസ്, അതായത് 2 or 2-ൽ കൂടുതലോ അബോർഷനൊക്കെ ആയിട്ട് വരുന്ന ഒരാൾക്ക് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ TPO പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെറിയ ഡോസിൽ തൈറോക്സിന്റെ ഗുളിക ഇടും. പിന്നെ തൈറോയിഡ് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇറഗുലർ പീരീഡ്സ് വരാം, അതായത് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും. അപ്പൊ എങ്ങനെയാണ് തൈറോയിഡും പീരീഡ്സിന്റെ
ബാധിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഹൈപ്പോതൈറോയിഡ് ആയിട്ടുള്ള ചില പെൺകുട്ടികളിൽ ഒരു ഇത് കാണുന്നത് നമ്മൾ അവരുടെ ഹൈറ്റ് ഒക്കെ കുറവായിരിക്കും. പക്ഷെ ഹൈറ്റ് കുറഞ്ഞിരിക്കവേ തന്നെ അവർ പീരീഡ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഒന്നും അത്ര ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു സെറ്റ്. പിന്നെ അതേപോലെ ഹൈപ്പോതൈറോയിഡ് ആയിട്ടുള്ള ഒരാൾക്ക് പീരീഡ് വരാതിരിക്കാം, പീരീഡ്സ് വളരെ ലേറ്റ് ആയിരിക്കാം. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം, ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടിയിരിക്കുമ്പോൾ ചിലപ്പോൾ യൂഷ്വലി നമുക്ക് ഒരു 21 to 35 ദിവസം സൈക്കിൾസ് ആണ് ഉണ്ടാവുക. പക്ഷെ അവരിൽ ചിലപ്പോൾ 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ബ്ലീഡ് ചെയ്യാം. അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടും ബ്ലീഡ് ചെയ്യാവുന്ന ഒരു അവസ്ഥ വരാം. അപ്പോ പ്രഗ്നൻസിയിൽ തൈറോയിഡ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അപ്പൊ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഐഡിയലി ഒരു തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. എന്താന്ന് വെച്ചാൽ ഇനിഷ്യൽ സമയത്ത് ഒരു ബേബി അമ്മയുടെ വൂമ്പിലുള്ളപ്പോ അവരുടെ തൈറോയിഡ് ഗ്രന്ഥി പ്രവർത്തിക്കില്ല ആ ബേബിയുടെ. അപ്പൊ അമ്മയുടേതാണ് തൈറോയിഡ് ഹോർമോൺ ബേബിക്ക് കിട്ടുക. അപ്പൊ ആ സമയത്ത് അമ്മയ്ക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ അത് ബേബിയുടെ ബ്രെയിനിന്റെ ഗ്രോത്തിനെയൊക്കെ ബാധിക്കാം. അപ്പൊ പ്രഗ്നൻസിക്ക് മുമ്പ് തൈറോയിഡ് ഹോർമോൺ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് മരുന്നിന്റെ ആവശ്യം ഇത്തിരിയും കൂടെ കൂടും. പ്രഗ്നൻസിയിൽ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാ 4 to 6 ആഴ്ച കൂടുമ്പോഴും നമ്മൾ അവരുടെ TSH ഉം T4 ഉം നോക്കിയിട്ട് അവരെ തിരിച്ചു വിളിക്കും. സോ ദാറ്റ് നമുക്ക് അവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ TSH നമ്മൾ എപ്പോഴും ഒരു ലെവലിൽ കൺട്രോളിൽ നിർത്തണം. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഫുഡ് മിക്സ് കുറച്ച്, നമുക്ക് തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കഴിക്കാൻ പാടാത്തതുണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും കൂടുതൽ കഴിക്കണോ എന്നൊക്കെ. അപ്പൊ നോർമൽ ഡയറ്റ് കഴിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഒത്തിരി ക്രമാതീതമായി കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അൺകുക്ഡ് ആയിട്ടുള്ളത്, അപ്പൊ അതില് കുറച്ച് സാധനങ്ങളുണ്ട് ദാറ്റ് വിൽ ഇൻഹിബിറ്റ് യുവർ ഹോർമോൺ പ്രൊഡക്ഷൻ കോസ് ഈ ഗോയിട്രോജൻസ് എന്ന് അതിനെ പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ സാധാരണ ഉപ്പേരിയും തോരൻ, മെഴുക്കുവരട്ടി അതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുക്ഡായിട്ട് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അതേപോലെ അൺനെസസറി ആയിട്ട് ഒന്നും റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യം അയഡിൻ വേണം. അയഡിൻ ആണ് ഈ നേരത്തെ പറഞ്ഞ T3 T4 ഹോർമോണുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മിക്ക ഉപ്പുകളും അയഡൈസ് സോൾട്ട് ആണ്. ഇപ്പൊ നമ്മൾ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന നേരെ കല്ലുപ്പൊക്കെയാണ് കഴിക്കുന്നത് വെച്ചാൽ അത് അയഡൈസ്ഡ് ആയിരിക്കില്ല. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ പാക്കറ്റിൽ മേടിക്കുന്ന ഉപ്പുകളൊക്കെ അയഡൈസ് സോൾട്ട് ആണ്. അപ്പൊ അത് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ഉപ്പ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുന്നതെങ്കിൽ ചൂട് തട്ടുമ്പോ അയഡിൻ ഇങ്ങനെ സബ്ലിമേഷൻ അങ്ങനെ പോകാം. അപ്പം എപ്പോഴും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പിടുന്നതാണ് നല്ലത്. അപ്പൊ ആ അയഡിൻ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ വലിയവരിൽ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അതേ പ്രശ്നങ്ങൾ ഹൈപ്പോതൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും കുഞ്ഞുങ്ങളിലും വരാം. അപ്പൊ അവരിൽ എന്തായിരിക്കും, ചിലപ്പോൾ അവരുടെ ഹൈറ്റ് കൂടുന്നുണ്ടാവില്ല, പഠിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ. അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ട്, ഇപ്പൊ ലേണിംഗ് ഇഷ്യൂ നമുക്ക് വളരെ സബ്ജക്റ്റീവ് ആണ്. എന്നാലും കുറച്ചും കൂടെ മറവി കൂടുതൽ, ഹൈറ്റ് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് നമുക്ക് സംശയിക്കാം. അപ്പൊ നേരത്തെ കണ്ടുപിടിക്കുന്നത് എന്താ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ യൂഷ്വലി 2 വയസ്സ് വരെയൊക്കെയാണ് ഒരു കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ച. അപ്പൊ ആ സമയത്ത് തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ അവരെന്തായാലും ഇന്റലക്ച്വലി ഡിസേബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പണ്ടത്തെ മെന്റൽ റിട്ടാർഡേഷൻ എന്നുള്ള വാക്ക് നമ്മളിപ്പോ ഉപയോഗിക്കാറില്ല. അപ്പോ കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഒരു വളരെ ഡേഞ്ചറസ് കാര്യമാണ്. അപ്പൊ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ ന്യൂബോൺ സ്ക്രീനിങ് ഫ്രീ ആണ്. എല്ലാവരുടെയും ഒരു TSH നോക്കിയിട്ടേ അവരെ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പം ഐഡിയലി TSH ഉം T4 ഉം കൂടെ നോക്കണം. പക്ഷെ ഒരു സ്റ്റേറ്റ് വൈഡ് പ്രോഗ്രാം ഒക്കെ റൺ ചെയ്യുമ്പോൾ 2 ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ വില കൂടില്ലേ. അപ്പൊ നമ്മൾ ഒരു TSH എന്നുള്ള ടെസ്റ്റേ ചെയ്യാറുള്ളൂ. അപ്പൊ ഐഡിയലി നമ്മളിപ്പോ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ TSH T4 നോക്കി അത് നോർമൽ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ തലച്ചോറിന്റെ വളർച്ചേനെയൊക്കെ അത് ബാധിക്കാം, അവരുടെ ഇന്റലിജൻസ് കോഷ്യന്റ് കുറയ്ക്കാം. അപ്പൊ അതാണ് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഇഷ്യൂ. അപ്പൊ ഒരു കുട്ടി ജനിച്ചു വീണ കുട്ടി തൈറോയിഡിന്റെ ഗുളിക കഴിച്ചു തുടങ്ങിയ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരും. അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടാവാൻ, കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാനുള്ള ഒരു റീസൺ ഗ്രന്ഥി ഇല്ല ആ കുട്ടിക്ക്. ഗ്രന്ഥി ഇല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. ചിലത് ട്രാൻസിയന്റ് ആണ്, അതായത് ഇനിഷ്യലി എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ഹോർമോൺ ഉണ്ടാക്കുന്നില്ല, പിന്നീട് ഹോർമോൺ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 3 വയസ്സ് വരെ നമ്മൾ എന്തായാലും മരുന്ന് കൊടുത്തോണ്ടിരിക്കും. 3 വയസ്സാകുമ്പോൾ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് റീഅസസ് ചെയ്യും. പിന്നെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട്, ടെക്നീഷ്യം സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ടെക്നീഷ്യം സ്കാൻ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യം എന്നുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും, എന്നിട്ട് ഗ്രന്ഥിയില് ഫോട്ടോ എടുത്ത് നോക്കും. അതൊരു സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നീഷ്യം തൈറോയിഡ് അപ്ടേക്ക് സ്റ്റഡി. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഗ്രന്ഥി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ മേ ബി ലേറ്റർ ഓൺ പ്രൊഡക്ഷൻ ഉണ്ടാവാം. പക്ഷെ ആദ്യത്തെ 3 വർഷം
എന്തായാലും കുട്ടിക്ക് കൊടുത്തോണ്ടിരിക്കുക. തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ എൽഡർലി ആൾക്കാരിൽ, അപ്പോൾ എൽഡർലി ആൾക്കാരിൽ വയസ്സാവുമ്പോൾ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ അവരിൽ മാസ്ഡ് ആയിരിക്കും. അപ്പൊ ചിലപ്പോ എന്താ പറയാ, ഹൈപ്പോതൈറോയിഡിസത്തിന്റെ വ്യക്തമായ സിംറ്റമോ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ വ്യക്തമായ സിംറ്റമോ ഒന്നും കിട്ടില്ല. അപ്പൊ അവരിലും തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കിയിട്ടേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ TSH വയസ്സാവും തോറും TSHന്റെ ലെവൽ ഇച്ചിരിയും കൂടെ കൂടുന്നത് നോർമൽ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരാളില് തൈറോയിഡ് ഹോർമോണിന്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ കട്ട് ഓഫ് അല്ല വലിയ ആൾക്കാരിൽ. അപ്പോൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറിനെ കാണിക്കുക. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോസ് പറയാൻ പറ്റുള്ളൂ. പിന്നെ തൈറോയിഡ് നൊഡ്യൂൾ എന്താണ്? മുഴകൾ. അപ്പൊ ബ്രസ്റ്റിൽ മുഴകൾ ഉണ്ടാവുന്ന പോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയിലും മുഴകൾ ഉണ്ടാവാം. വെരി കോമൺ. ഇപ്പൊ അൾട്രാസൗണ്ടും കൂടി ഉള്ള കാരണം അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ കൊച്ചു കൊച്ചു മുഴകൾ കാണും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് നോക്കിയിട്ട് ആ മുഴയ്ക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ നോക്കാനാണ് ടിറാറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്കോർ ഉണ്ട്. അത് ഒരു റേഡിയോളജിസ്റ്റ് നമുക്ക് പറഞ്ഞു തരും. ഇത്രയാണ് ടിറാറ്റ് സ്കോർ, ഇതാണ് സൈസ് ഓഫ് ദ നൊഡ്യൂൾ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഉപദേശിക്കും. ഓക്കെ, ഇത്ര സൈസ് ഉണ്ട്, ഇതാണ് നമ്മുടെ ടിറാറ്റ് സ്കോർ. അപ്പൊ നിങ്ങൾ ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC, എന്താണ് അൾട്രാസൗണ്ട് ഇങ്ങനെ കഴുത്തിൽ വെച്ച് അവർ നോക്കും ആ മുഴ എവിടെയാണ്, എന്നിട്ട് ഒരു ചെറിയ നീഡിൽ വെച്ച് കുത്തി എടുക്കും, എന്നിട്ട് ആ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു മുഴ വന്നാൽ നമ്മൾ എല്ലാവരും എന്താ ടെൻഷൻ അടിക്കുക, അത് ക്യാൻസറസ് ആണോ ബിനൈൻ ആണോ. അപ്പൊ FNAC ഹെൽപ്പ് റൂൾ ഔട്ട് ചെയ്യാൻ ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ വേറൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ തൈറോയിഡ് നൊഡ്യൂൾസ് ആർ നോൺ മാലിഗ്നന്റ്. പേടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അത് ക്യാൻസർ ആവാം. അപ്പം ക്യാൻസർ ആണെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടും ആ ഗ്രന്ഥി എടുത്ത് കളഞ്ഞ് പിന്നെ നമുക്ക് ലോങ് ടേം എന്താ പറയുക സർവൈവൽ ഒന്നും വലിയ പ്രശ്നമില്ലാത്ത ഒരു ക്യാൻസർ ആണ് തൈറോയിഡ് ക്യാൻസർ. പിന്നെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ തൈറോയിഡിലുള്ള ഒരാള് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വളരെ കോമൺ ഡിസോർഡർ ആണ്. ഇപ്പൊ നമ്മൾ ഈ മീറ്റിംഗിൽ ഇപ്പൊ 57 പേരാ ഉള്ളത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു 30 പേരും തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നുണ്ടാവും. സോ ഇറ്റ്സ് എ വെരി കോമൺ ഡിസോർഡർ. ഇറ്റ് ഈസ് ഈസിലി ട്രീറ്റബിൾ. അപ്പൊ ഹൈപ്പോതൈറോയിഡിസം ആണ് കൂടുതൽ കോമൺ, ഹൈപ്പർ തൈറോയിഡിസം ലെസ് കോമൺ ആണ്. അപ്പൊ ഇപ്പൊ ഈ 60 പേരിൽ ചിലപ്പോൾ ഒരാൾ പോലും ആന്റി തൈറോയിഡ് ഡ്രഗ്സ് കഴിക്കുന്നുണ്ടാവും. പക്ഷെ തൈറോയിഡ് കഴിക്കുന്ന ആൾക്കാര് കൂടുതലായിരിക്കും. പിന്നെ പാനിക്കാവേണ്ട ഒരു ആവശ്യമില്ല. ഒരു മുഴയൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ അത് അൾട്രാസൗണ്ട് എടുത്ത് നോക്കി പ്രശ്നമുള്ളതാണെങ്കിൽ കുത്തിപ്പരിശോധന നടത്താം. അതിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാം, അത്രേ ഉള്ളൂ. അതങ്ങനെ പേടിക്കേണ്ടത് വളരെ ഇപ്പൊ ബാക്കിയുള്ള ക്യാൻസർ, ഇപ്പൊ പാങ്ക്രിയാസിന്റെ ക്യാൻസർ ഒക്കെ വന്നാൽ അത് കുറച്ചും കൂടെ മോശമായിട്ടുള്ള ഒരു ക്യാൻസർ ആണ്. അതുപോലെ അല്ല തൈറോയിഡിന്റെ ക്യാൻസർ. പിന്നെ ഡോക്ടറിന്റെ ഫോളോ അപ്പിൽ ഇരിക്കുക. അപ്പൊ ഐഡിയലി നമ്മൾ തൈറോയിഡിന്റെ ഇഷ്യൂവിന് കാണിക്കേണ്ടത് ഇപ്പൊ മെഡിക്കൽ മാനേജ്മെന്റിന് ഒരു ഫിസിഷ്യനോ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെയോ കാണിക്കുക. ഇപ്പൊ സർജിക്കൽ ആസ്പെക്ടിന് ജനറൽ സർജൻസും ചെയ്യാറുണ്ട്, ENT സർജൻസും ചെയ്യാറുണ്ട്, പിന്നെ എൻഡോക്രൈൻ സർജൻസിനെ കാണിക്കുക. പിന്നെ റെഗുലർ മോണിറ്ററിങ് ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരാളില് TSH T4 വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്തായാലും നോക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിന്റെ പ്രശ്നങ്ങൾ വളരെയധികം ഒരു പരിധി വരെ കൺട്രോളിൽ നിർത്താം. ശരി, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വല്ലതും ഉണ്ടെങ്കിൽ അതിലോട്ട് കേൾക്കാം. മാം ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡൗട്ട് ഉണ്ട്. ഹാഷിമോട്ടോസ് നമ്മളെ ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യോ? ഞാൻ തൈറോക്സിൻ എടുക്കുന്നുണ്ട്, പക്ഷേ ഹാഷിമോട്ടോസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ലൈഫ് സ്റ്റേജിൽ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ ആന്റി TPO പോസിറ്റിവിറ്റി, ആന്റി TPO പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഹാഷിമോട്ടോ എന്ന് പറയുക. അപ്പൊ അതൊരു ഫാൻസി നെയിം. അത് കണ്ടുപിടിച്ച ആളുടെ പേര് ഹിക്കാരു ഹാഷിമോട്ടോ, അതുകൊണ്ട് അതിനെ ഹാഷിമോട്ടോ എന്ന് വിളിക്കുന്നു. അപ്പൊ അതൊരു ഓട്ടോഇമ്മ്യൂൺ അസുഖമാണ്. അപ്പൊ ഒരു ഓട്ടോഇമ്മ്യൂൺ അസുഖം ഉള്ളപ്പോ നമുക്ക് അടുത്ത ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ടതോ ശ്രദ്ധിക്കേണ്ടതോ ഒന്നുമില്ല. ഇതേപോലെ എങ്ങനെയാണോ ഒരു ഹൈപ്പോതൈറോയിഡിസത്തിന് ഞാൻ പറഞ്ഞ മാനേജ്മെന്റ് അതേ ഉള്ളൂ. താങ്ക് യു. ന്യൂ ബോൺ ബേബീസില് തൈറോയിഡിന്റെ ഇത് ചെക്ക് ചെയ്യണത് ശരിയാണോ? മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാത്തത് ഒരു എന്താ പറയാ വളരെ വളരെ എന്താ പറയാ ക്രിമിനൽ കുറ്റമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താന്ന് വെച്ചാൽ ഹൈപ്പോതൈറോയിഡിസം ഒരു ഇമ്പോർട്ടന്റ് ട്രീറ്റബിൾ കോസ് ഓഫ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്. അപ്പൊ മസ്റ്റ് ആയിട്ടും TSHഉം T4ഉം ജനിച്ചു വീഴുന്ന കുട്ടിയിൽ നോക്കണം. ഇനി അഥവാ നോക്കാത്ത ആശുപത്രിയിലാണ് പ്രസവിക്കുന്ന വെച്ചാൽ നിങ്ങൾ തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കിപ്പോയി. പക്ഷെ ഇപ്പൊ ഓൾ ഇന്ത്യയിലെ എല്ലാവരുടെയും ന്യൂ ബോൺ സ്ക്രീനിങ് വളരെ കോമൺ ആണ്. അപ്പൊ എന്തായാലും ചെയ്യുന്നുണ്ടാവും.
ഡോക്ടർ താങ്ക് യു. വളരെ രസകരമായ ഒരു ഇതായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ കൊളസ്ട്രോള് അങ്ങനെ ഇത് ഉള്ളത് കാരണം കൊളസ്ട്രോള് ഹൈ ആയി നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിയാണോ? അങ്ങനെ ആയിരിക്കുമല്ലോ? ഡെഫിനറ്റ്ലി. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ ആദ്യമായിട്ട് ഒരാളിൽ കണ്ടുപിടിക്കുമ്പോൾ അയാൾ വരുമ്പോൾ അയാൾ ട്രൈഗ്ലിസറൈഡ് വളരെ ഹൈ ആയിരിക്കും, OTPT ലിവറിന്റെ ഫംഗ്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ യൂഷ്വലി ഹൈപ്പോ തൈറോയിഡിസം ട്രീറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം നോർമലൈസ് ചെയ്യേണ്ടതാണ് ഡ്യൂ ടു ഹൈപ്പോ തൈറോയിഡിസം. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ എന്റെ കൊളസ്ട്രോൾ തന്നെ ഇച്ചിരി ഓൺ ദ ബോർഡർ ലൈൻ ആണ്, പക്ഷെ എനിക്ക് തൈറോയിഡ് ഇല്ല. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ കാരണമാണ് കൂടുതലും. പക്ഷെ ഡെഫിനറ്റ്ലി ഹൈപ്പോ തൈറോയിഡ് ആയിട്ടുള്ള ഒരാളിൽ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും കൂടാം, അയാളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഡീറേഞ്ച്ഡ് ആവാം. പക്ഷെ വൺസ് യു ട്രീറ്റ് ദ ഹൈപ്പോതൈറോയിഡിസം ഇറ്റ് ഹാസ് ടു കം ബാക്ക് ടു നോർമൽ, അതർവൈസ് ഇറ്റ്സ് നോട്ട് ടു ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, അപ്പൊ ഇത് വളരെ കുറവാണ് എന്ന് പറഞ്ഞെങ്കിൽ ഡോക്ടേഴ്സ് മരുന്നൊന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അങ്ങനെയാകുമ്പോ എനിക്ക് ഇത് ഇപ്പൊ എനിക്ക് തന്നെയാണ് ഏതാണ് ഇതിന്റെ 4.84 ആണല്ലോ വരുന്ന നോർമൽ മാക്സിമം ആയിട്ടുള്ള വരുന്നത്. പക്ഷെ എനിക്ക് റേറ്റ് കാണിക്കുന്നത് 5.18 ഒക്കെയാണ്. അതൊരു വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും എങ്ങനെയാണ്? ഹൗ ടോൾ ആർ യു? വാട്ട് ഇസ് യുവർ വെയിറ്റ്? എന്റെ ഹൈറ്റ് 5 feet 7 inches ആണ്. വെയിറ്റ് 59 ആ രീതിയിലാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ഇതിന് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്നാണ് നമ്മൾ പറയുക. അതായത് TSH കുറച്ച് എലിവേറ്റഡ്, T3 T4 നോർമൽ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ യൂഷ്വലി നമ്മൾ അങ്ങനത്തെ ആൾക്കാർ TSH മോർ ദാൻ 10 പോകുമ്പോഴേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ലെസ് ദാൻ 10 ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറില്ല. അപ്പൊ ഈ നമ്മുടെ എന്താ കൊളസ്ട്രോളിന്റെ മരുന്ന് എടുക്കേണ്ട കാര്യം അല്ല, ഈ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ TSH മാത്രമാണ് ഇച്ചിരി കൂടുതൽ, ദാറ്റ് ഇസ് 1 point above the normal limit of normal. Your T3 T4 is normal. അപ്പൊ ആ ഒരു ഇതില് നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടിയിരിക്കുന്ന is not due to the hypothyroidism, that is due to other reasons like അപ്പൊ കൊളസ്ട്രോൾ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ഒരാളുടെ ഇപ്പൊ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ വി കീപ് LDL ലോ ഡെൻസിറ്റി ലൈപ്പിഡ്, അത് ബാഡ് കൊളസ്ട്രോൾ ആണ്, അത് വി കീപ് ഇറ്റ് ലെസ് ദാൻ 100. ഇപ്പൊ ഒരു നോർമൽ ആളാണെങ്കിൽ വി ടാർഗറ്റ് ദ LDL ടു ബി ലെസ് ദാൻ 180 ഒക്കെ മേലെ പോവാണെങ്കിൽ വി സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇൻ യുവർ കേസ് ഇഫ് യു ഹാവ് കൊളസ്ട്രോൾ it is not due to hypothyroidism because you just have subclinical hypothyroidism which need not be treated. Okay, thank you. ഹലോ നമസ്കാരം ഡോക്ടർ. എനിക്ക് ഒരു ഡൗട്ട് ചോദിക്കാനുള്ളതേ, സാധാരണ പറയുമല്ലോ ഇങ്ങനെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തൈറോക്സിൻ എടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമ്മൾ മല്ലി വെള്ളം കുടിക്കാന്നൊരു പ്രോസസ് നമ്മൾ കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ? അയ്യോ, അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, മല്ലി വെള്ളം കുടിക്കുന്നത്. അല്ല, നോർമലി നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ നാട്ടിലായാലും പണ്ട് എന്നൊക്കെ പറഞ്ഞ തൈറോയ്ഡ് അതിന് ഒരു സയന്റിഫിക് ബേസും ഇല്ല. നമ്മൾ ഈവൻ ഈ കരിങ്ങാലി വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തൈറോയിഡിന്റെ അബ്സോർപ്ഷൻ കുറയുന്നുണ്ട് എന്നുള്ള പഠനങ്ങളുണ്ട്. അപ്പൊ സാധാ വെള്ളം വെച്ച് തൈറോയിഡ് കുടിക്കുക, 1 hour വരെ ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മല്ലിവെള്ളം ഇതിന്റെ അബ്സോർപ്ഷൻ കൂട്ടുന്ന വല്ല സ്റ്റഡീസ് ഉള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടേ ഇല്ല, അങ്ങനെ കേട്ടിട്ടുമില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ DM ചെയ്തത്. അപ്പൊ ഞാൻ കുറെ നോർത്ത് ഇന്ത്യൻ പോപ്പുലേഷനെ കേറ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടേ ഇല്ല. അത് കറക്റ്റ് ആണ്. കാരണം സാധാരണ പണ്ടത്തെ ഇങ്ങനെ ആൾക്കാരൊക്കെ പറയും തൈറോയ്ഡ് ഉണ്ടെങ്കിൽ പണ്ടത്തെ ഇങ്ങനെ തൈറോക്സിൻ അങ്ങനെ എടുക്കാറില്ല. അപ്പൊ പറയും നമ്മൾ ഈ കൊത്തമല്ലി ഉണ്ടല്ലോ, മീൻസ് അത് അപ്പൊ അത് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം, അത് ഏറ്റവും നല്ലതാണ്, തൈറോയ്ഡ് കുറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡൗട്ട് ക്ലിയർ ചെയ്താൽ ഞാനും തൈറോക്സിൻ 100 എടുക്കുന്ന ഒരാളാണ്. അപ്പൊ മാഡത്തിനോട് ജസ്റ്റ് ക്ലിയർ ചെയ്തു എന്ന് മാത്രം. ഇല്ല അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. മാഡം, ഒരു ഡൗട്ട്. ഈ അയഡിൻ അബ്സോർപ്ഷൻ ആണോ ഇഷ്യൂ, അത് അയഡിന്റെ ഡെഫിഷ്യൻസി ആണോ പ്രശ്നം വരുന്നത്? അപ്പൊ നമ്മൾ അയഡിനുള്ള ഉപ്പൊക്കെ കഴിക്കുന്നുണ്ട്, അതിൽ അയഡിൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇറ്റ്സ് എ ഡിഫറെന്റ് സൈഡ്. പക്ഷെ നമുക്ക് അത് കഴിക്കുന്നത് കൊണ്ടാണോ അതോ അയഡിൻ നമ്മുടെ ബോഡി അസിമുലേറ്റ് ചെയ്യാത്തതാണോ മെയിൻ ഇഷ്യൂ?
വരുന്നത്? അപ്പോ അയഡിൻ മാത്രം അബ്സോർപ്ഷൻ നമ്മുടെ പോവാൻ ചാൻസ് ഇല്ല. ഇപ്പൊ നമ്മൾ അതായത് അയഡിന്റെ അബ്സോർപ്ഷന്റെ പ്രശ്നങ്ങൾ കാരണമായിരിക്കില്ല, അയഡിൻ ഡെഫിഷ്യൻസി കാരണമാണ് കൂടുതലും ഗോയിറ്റർ വരുന്നതും ഗ്രന്ഥി വലുതാവുന്നതും ഒക്കെ. പിന്നെ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയിൽ സോഡിയം അയഡൈഡ് സിമ്പോർട്ടർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെയാണ് നമ്മുടെ അയഡിൻ തൈറോയിഡിലോട്ട് കയറിയിട്ട് ഈ ഹോർമോണുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ചില ന്യൂ ബോണിൽ ഹൈപ്പോതൈറോയിഡിസം വരുന്നത് ഈ സോഡിയം അയഡൈഡ് സിമ്പോർട്ടർ ഡിഫക്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ചെറുപ്രായത്തിൽ തന്നെ തൈറോയിഡ് വരുന്ന ആൾക്കാരിലാണ് ആ ഒരു ചാനലോപ്പതി ഉണ്ടാവുക. നമ്മൾ ഈ വലിയവരിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അയഡിന്റെ കുറവ് കൊണ്ട് മാത്രമല്ല. ഇപ്പൊ നമ്മൾ എല്ലാവരും അയഡൈസ് സോൾട്ട് കഴിക്കണ കാരണം അതല്ല, നമ്മുടെ ഈ ആന്റി TPO പോസിറ്റീവ് ആയിട്ട് നമ്മുടെ ഗ്രന്ഥി വർക്ക് ചെയ്യാത്തത് കാരണം, അതിന്റെ ഉള്ളിലുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ഇല്ലാത്തത് കാരണം, അതൊക്കെ കൊണ്ടാണ്. അപ്പൊ അയഡിൻ ഡെഫിഷ്യൻസി ഇപ്പൊ ഏകദേശം നമ്മുടെ രാജ്യത്ത് വളരെ കുറവാണെന്ന് തന്നെ പറയാം. ബെസ്റ്റ് സോഴ്സ് ഏതായിരിക്കും അയഡിന്റെ? അതിന്റെ നമ്മുടെ ഈ സീ ഉൽപ്പന്നങ്ങൾ, അപ്പൊ മീനുകള്, കടൽ മീനുകൾ, അതൊക്കെയാണ് നല്ല സോഴ്സ്. പിന്നെ ഒരു സംശയം കൂടി, നമ്മൾ ഈ ഞാൻ തൈറോയിഡിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി പല ലാബുകളിലും ടെസ്റ്റിന്റെ റിസൾട്ട്സ് ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ലാബിൽ തന്നെ സ്ഥിരമായി ചെയ്യാറുള്ളൂ, ബിക്കോസ് അത് കണ്ടിന്യൂസ്. ഈ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു റൈറ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡോസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും? ഒരിക്കലും അല്ല. നമുക്ക് ഡോസ് കൂട്ടും കുറയ്ക്കേണ്ടിയും ചിലപ്പോൾ വരും. അതേപോലെ നമ്മൾ കഴിക്കുന്ന തൈറോക്സിന്റെ ബ്രാൻഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ജനറിക് തൈറോക്സിൻ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത് അത്രയും ഒരു ഇഫക്റ്റ് വരാറില്ല. അപ്പൊ ചിലപ്പോൾ ജനൌഷധി അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ജനറിക് മരുന്ന് ബ്രാൻഡഡ് അല്ലാത്ത മേടിക്കുന്നത് തൈറോയിഡിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ ഇപ്രാവശ്യം 75 കഴിച്ചുകൊണ്ടിരുന്ന നോർമലായിട്ട് ഇരിക്കുന്ന ആള് പെട്ടെന്ന് നമ്മുടെ തൈറോയിഡിന്റെ അസുഖം അൺകൺട്രോൾഡ് ആയ ആദ്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ മരുന്ന് എടുക്കാൻ മറക്കുന്നുണ്ടോ, പിന്നെ നമ്മൾ കഴിക്കണ മരുന്നിന്റെ ബ്രാൻഡ് മാറിയിട്ടുണ്ടോ, അതൊക്കെയാണ് കൂടുതലും ചിന്തിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലാബില് ഒരേ ലാബ് ആണെങ്കിലും ചിലപ്പോൾ ഒരു ഇപ്രാവശ്യം ഓർഡർ ചെയ്ത് കിറ്റ് ഒരാളുടെ നിന്നായിരിക്കും, അടുത്ത പ്രാവശ്യം ആ കിറ്റ് വേറൊരാളുടെ നിന്നായിരിക്കും. അപ്പൊ അതിന്റെ ബേസിസിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പൊ ഇന്ന് കഴിക്കണ മരുന്ന് അതേപോലെ ജീവിതാന്ത്യം വരെ അതേ മരുന്നിന്റെ ഡോസ് ആയിരിക്കും എന്ന് വിചാരിക്കരുത്. അത് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ബ്ലഡിന്റെ ടെസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞ ചെറിയ വേരിയേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഈ ഫാക്ടേഴ്സ് ഒക്കെ അതിലാണ്ട് ഇതുള്ളതല്ല. അതുകൊണ്ട് നമ്മള് പക്ഷെ എന്നാലും നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പൊ TSH 4.8 ആണ് ആ ലാബിന്റെ കട്ട് ഓഫ് എങ്കിൽ, ഇപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കവേ ഇപ്പൊ 6-7 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗുളികയുടെ ഡോസ് കൂട്ടും. ആദ്യം തന്നെ നമ്മൾ ചോദിക്കും, നിങ്ങൾ ബ്രാൻഡ് മാറ്റിയിട്ടുണ്ടോ, നിങ്ങൾ ഗുളിക കഴിക്കാൻ മറന്നിട്ടുണ്ടോ, നിങ്ങൾ ഗുളികയുടെ ഒപ്പം വേറെ വല്ല അയണോ കാൽഷ്യോ വല്ലതും കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഗുളിക കഴിച്ച് 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വെക്കുന്നുണ്ടോ ഭക്ഷണമായിട്ട്, അതൊക്കെ ചോദിക്കും. പക്ഷെ എന്നാലും 6-7 കണ്ട ഞാൻ ഒരു 12.5 വെച്ചിട്ട് ഡോസ് കൂട്ടും. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുണ്ടോ? ക്വസ്റ്റ്യൻസ്? ഈ തൈറോയിഡിന്റെ പ്രശ്നം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്കും തൈറോയിഡിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? എന്താണ്? ഇപ്പൊ ഈ ഓട്ടോഇമ്യൂൺ അസുഖങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടെ കൂടുതൽ സ്ത്രീകളിലാണ്. അപ്പോ സ്ത്രീകളിലാണ് കൂടുതൽ കോമൺ തൈറോയിഡ് ഡിസോർഡേഴ്സ്. പക്ഷെ അഫ്കോഴ്സ് പുരുഷന്മാരിലും ഉണ്ട്, അതിലൊരു സംശയമില്ല. സ്ത്രീകളിലാണ് ഇതിന് കൂടുതൽ ചാൻസ്. അത്രേ ഡോക്ടർ, ഇതൊരു ഹോർമോൺ ഇംബാലൻസ് ആണല്ലോ ഇതിന്റെ കാരണം. അപ്പൊ ഈ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്ന ഇത് സ്ത്രീകളിൽ മാത്രമായിട്ടാണ് കൂടുതലായി കാണുന്നത്? അത് സർ ഞാൻ നേരത്തെ പറഞ്ഞത് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. പക്ഷെ പുരുഷന്മാരിലും ഡെഫിനറ്റ്ലി കാണാം. ഇപ്പൊ നമ്മള് 60 പേരുണ്ട്, 60 പേരില് നമ്മൾ നോക്കുകയാണെങ്കിൽ 30 പേര് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 20 പേര് സ്ത്രീകളായിരിക്കും, പക്ഷെ 10 പുരുഷന്മാരും എന്തായാലും കാണും. അപ്പോ ഇതിലിപ്പോ നമ്മൾ ജസ്റ്റ് ഒരു പോൾ എടുത്ത എത്ര ആണുങ്ങൾ ഇതിലുണ്ട്, അവരിൽ എത്ര തൈറോയിഡ് എടുക്കേണ്ട, അവരെ ഒന്ന് കൈ ജസ്റ്റ് പൊക്കിയാൽ തന്നെ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ സ്ത്രീകളിലാണ് കോമൺ, പക്ഷെ ഡെഫിനറ്റ്ലി മെയിൽസിലും കാണാറുണ്ട്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. നമ്മള് ഡയബറ്റീസ് ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് പറഞ്ഞു, അതുപോലെ ഇപ്പൊ തൈറോയിഡും വളരെ കൂടുതലാണ്. അതിനെന്തെങ്കിലും ബേസിക് റീസൺസ് വല്ലതും അട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ?
മാഡം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ കുറെ ടെസ്റ്റ് ചെയ്യുന്നില്ലേ, TFT നമ്മൾ വെറുതെ അതുകൊണ്ടാണ് കൂടുതലും. പിന്നെ എല്ലാ അസുഖങ്ങളും ഇപ്പോ ഈ എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് നമ്മൾ പ്ലാസ്റ്റിക് കൂടുതൽ ഉപയോഗിക്കുന്നു, അതിൽ കുറച്ച് ചേഞ്ചസ് വരാം. ഡെഫിനറ്റ്ലി പണ്ടത്തെക്കാട്ടിലും ഇതെല്ലാം കൂടിയിട്ടുണ്ട്, ഒരു ശതമാനം കൂടിയിട്ടുണ്ട്. പിന്നെ കണ്ടുപിടിക്കുന്നത് വളരെ കൂടുതലാണ്. പണ്ട് ഇപ്പൊ TSH 9 8 നമുക്കിപ്പോ അറിയുകയില്ല, നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മള് കഴുത്തിൽ മുഴയുള്ള ഒരുപാട് പേരെ കാണും, ഇപ്പൊ കാണുന്നില്ലല്ലോ. അത് പക്ഷെ മറ്റേ അയഡിൻ, ഇപ്പൊ നമ്മൾ അയഡിൻ ഉപ്പല്ലേ കഴിക്കണത്. അപ്പൊ അത് പണ്ടൊരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു, കാംഗ്ര വാലി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് രാമലിംഗസ്വാമി എന്ന് പറഞ്ഞ ഒരു വലിയ സയന്റിസ്റ്റ് ചെയ്തിട്ട്, മൂപ്പരാണ് ഇങ്ങനെ അയോഡൈസേഷൻ വേണം ഇന്ത്യയിൽ എന്നൊക്കെ കൊണ്ടുവന്നിട്ട്, എനിക്ക് തോന്നുന്നു 1992 തോന്നുന്നു ആദ്യമായിട്ട് ഈ നാഷണൽ അയോഡൈസേഷൻ പ്രോഗ്രാം ഒക്കെ വന്നതിന് ശേഷം ആ ഗോയിറ്റർ ഒക്കെ കുറഞ്ഞു. പിന്നെ ഗോയിറ്റർ കുറയാൻ കാരണം നമ്മൾ ഈ അയഡൈസ്ഡ് സോൾട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. പിന്നെ ഈ ചെറിയ ഹൈപ്പോതൈറോയിഡിസം കണ്ടുപിടിക്കുന്ന 25, 12 ഒക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ കൂടുതലായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാരണമാണ്. ഡോക്ടർ, ഈ ഡയബറ്റിക് ആ അസുഖം ഹെറിഡിറ്ററി ആയിട്ടും ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അതേപോലൊക്കെ ഈ തൈറോയിഡിന്റെ പ്രശ്നവും ഹെറിഡിറ്ററി ആയിട്ട് മാറുന്നുണ്ടോ? തൈറോയിഡിന്റെ അസുഖവും ഹെറിഡിറ്ററി ആവാം. ഈ ഹാഷിമോട്ടോ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ അത് TPO പോസിറ്റീവ് ആവുന്ന കാരണം നമ്മുടെ ഗ്രന്ഥിനെ നമ്മുടെ ബോഡി തന്നെ അറ്റാക്ക് ചെയ്തിട്ട് തൈറോയിഡ് ഹോർമോണിന്റെ ഉൽപാദനം കുറയ്ക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ എന്റെ ഫാമിലിയില് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ബ്രദറിന്റെ വൈഫിന്റെ അമ്മ, അമ്മയുടെ സിസ്റ്ററിന്റെ സിസ്റ്റർ എല്ലാവരും ഹൈപ്പോതൈറോയിഡ് ആണ്. അവരെല്ലാവരും തൈറോക്സിൻ ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ TPO പോസിറ്റിവിറ്റി ഫാമിലിയിൽ റൺ ചെയ്യാവുന്ന ഒന്നാണ്. ഹാഷിമോട്ടോ ഒരു കോമൺ അസുഖമാണ്, അതിലൊരു കുഴപ്പമേ ഇല്ല, ഒരു ഗുളിക കഴിച്ചാൽ മാത്രം മതി. ആർക്കെങ്കിലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ചോദ്യം ചോദിക്കാനില്ല, ഒരു കമന്റ് പറയാനുണ്ട്. വളരെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാകത്തേക്ക് വളരെ ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു വെരി മച്ച് ഡോക്ടർ, റിയലി എ ഗ്രേറ്റ് ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട്. എന്റെ അച്ഛൻ കേറിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. T രാധാകൃഷ്ണൻ എന്നാണ് പേര്. ഇടയ്ക്കിടയ്ക്ക് വന്ന അച്ഛന്റെ ഓരോ ഡൗട്ടുകൾ ഉണ്ട്, അതെനിക്ക് മിക്കവാറും ആൻസർ ചെയ്യാൻ പറ്റാത്ത ഡൗട്ടുകളാണ് അച്ഛൻ ചോദിക്കുന്നത്. ഇതേപോലെ നമ്മളെ ആണല്ലേ? അതെ. അപ്പൊ അച്ഛന്റെ ഞങ്ങളൊക്കെ പ്രായം ചെന്നവരാണ്. നമസ്കാരം. നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തൈറോയിഡ് കൂടാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഈ പിങ്ക് സോൾട്ട് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും മോശമായ അവസ്ഥ ഉണ്ടാകാൻ കാര്യമുണ്ടോ? ഓക്കെ, അപ്പൊ ആദ്യം ഭക്ഷണം സാധനങ്ങൾ. അപ്പൊ ഈ തൈറോയിഡിന്റെ ക്യാബേജ്, കോളിഫ്ലവർ അതൊക്കെ ഒത്തിരി കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക, അൺകുക്ഡ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ തൈറോയിഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ കഴിവുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. നമ്മളിപ്പോ വീട്ടില് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചാണ് ഉപയോഗിക്കുക, അതും കുക്ക് ചെയ്തിട്ട്. അപ്പൊ ആ ഗോയിട്രോജൻസ് ഒക്കെ പോവും. അപ്പൊ തൈറോയിഡ് ഉള്ളത് കൊണ്ട് മാത്രം ചിലപ്പോൾ ആൾക്കാർ ഒന്ന് പറയുന്നത് ഞാനിപ്പോ കോളിഫ്ലവറും പിന്നെ ക്യാബേജും ഒക്കെ കഴിക്കണതേ നിർത്തിന്ന്. അപ്പൊ അതില് കാര്യമില്ല. പിന്നെ അതേപോലെ പിങ്ക് സോൾട്ട് മറ്റേ ഹിമാലയൻ റോക്ക് സോൾട്ട് ആണ്. അപ്പൊ അതില് അയഡിൻ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് നോക്കേണ്ടി വരും. അതിൽ അയഡിൻ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഗോയിറ്റർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഹിമാലയൻ ബെൽറ്റിലാണ് ഈ കാംഗ്ര വാലി, ഷിംല അവിടെ എക്സ്പെരിമെന്റ് നടന്നത്. അപ്പൊ ആ ആൾക്കാരിലാണ് ഗോയിറ്റർ ഒക്കെ കൂടുതൽ കണ്ടുപിടിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാവുന്ന ഉപ്പുകളിൽ അയഡിൻ കുറവായിരിക്കും എന്ന് ലോജിക്കലി തോന്നുന്നു. ബിക്കോസ് ഈ സീഷോറിൽ താമസിക്കുന്ന ആൾക്കാരിൽ ഗോയിറ്റർ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, ബിക്കോസ് അവരൊക്കെ അയഡിൻ സഫീഷ്യന്റ് ആണ്. അല്ല, മീൻ കഴിച്ചാൽ കുറയെന്ന് പറയണത് ശരിയാണോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, നാടൻ മീൻ എനിക്ക് അറിയില്ല. ഈ കടൽ മീനുകളിലൊക്കെ അയഡിന്റെ കണ്ടന്റ് നല്ല കൂടുതലായിരിക്കും. അപ്പൊ അവരിലൊക്കെ എന്താ പറയാ, തൈറോയിഡിന്റെ അസുഖം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, ഹൈപ്പോ തൈറോയിഡിസം കേട്ടോ. അതിന് വേറൊരു വശമുണ്ട്, അയഡിൻ കൂടുതലായിട്ട് കഴിക്കുന്ന ഓട്ടോ ഇമ്മ്യൂണിറ്റി വന്നിട്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് ചാൻസ് ഉണ്ടെന്ന് ഒരു സ്റ്റഡി ഉണ്ട്. അപ്പൊ എല്ലാം അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ കൂടുതൽ കഴിച്ചിട്ട് കാര്യമില്ല, എല്ലാം ഒരു ബാലൻസിൽ മുമ്പോട്ട് പോവാ, അതാണ് നല്ലത്.
അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാല്ലേ? ഇതിന്റെ അപ്പൊ ഈ മരുന്നിന്റെ കടൽ മീൻ ഉപയോഗം കഴിക്കുന്നവര് അയഡൈൻ സോൾട്ട് കഴിക്കുമ്പോ കുഴപ്പമുണ്ടോ? കൂടുതലാവോ അയഡിൻ? നമ്മളിപ്പോ കടൽ മീൻ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്ര കഴിക്കുന്നുണ്ടാവും? എല്ലാ ദിവസവും കഴിക്കുമോ? ഒരു കുറച്ചൊരു ഇതിലല്ലേ കഴിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ നോർമൽ രീതിയിൽ നമ്മൾ കുറച്ച് കടൽ മീൻ എന്നും കഴിക്കുന്നു, അയഡൈൻ സോൾട്ട് കഴിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ വരാനുള്ള കൂടുതൽ ചാൻസ് ഒന്നുമില്ല. രണ്ടും കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്ര അയഡിൻ കഴിക്കുന്നതിൽ എത്ര ശതമാനം അബ്സോർബ്ഡ് ആവും, അത് നമ്മളൊരു നോർമൽ ജീവിതശൈലിയിൽ ഇപ്പൊ കടൽ മീനും ഉപ്പും ഒക്കെ കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, ഒരു സംശയം. നേരത്തെ ജനൌഷധിയുടെ കാര്യം പറഞ്ഞാൽ അത് ശരിയാണോ? അതായത് അതിലെ മരുന്നുകൾ സബ്സ്റ്റാൻഡേർഡ് ആണോ? ഒരിക്കലും അല്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ കുറെ പേഷ്യൻസ് ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് കഴിക്കുന്നത് ജനൌഷധിന്നും ബാക്കിയുള്ള അങ്ങനത്തെ ഫ്രീ ഔട്ട്ലെറ്റ്സിനുമാണ്. തൈറോയിഡ് ഗുളികകൾ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ജനറിക് മരുന്നുകൾ കഴിക്കുമ്പോൾ അവരുടെ തൈറോയിഡിന്റെ ലെവല് കുറച്ച് വ്യത്യാസം വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, തൈറോയിഡിന് വല്ല പ്രത്യേകതയുണ്ടോ എന്നുള്ളത്. പക്ഷെ തൈറോയിഡിന്റെ ഗുളികകൾ ബ്രാൻഡഡ് കഴിക്കുന്ന നല്ലത്. പൈസയിൽ വലിയ പറഞ്ഞോളൂ. വലിയ വ്യത്യാസം കാണുന്നുണ്ട് പൈസയില്. അതാണ് തൈറോയിഡിന്റെ ഗുളികയ്ക്ക്. പക്ഷെ മാഡം വലിയൊരു പൈസ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. തൈറോയിഡിന്റെ ഗുളിക ചീപ്പാണ്. ഡയബറ്റീസിന്റെ ഒക്കെ ഒത്തിരി ഗുളികകൾ ഞാൻ UP-യിൽ ഇരിക്കുമ്പോൾ കൂടുതലും ആൾക്കാർ ജനൌഷധി എന്നൊക്കെ മേടിക്കാറുണ്ടായിരുന്നു. ഒരു പ്രശ്നവും ഇല്ല, നല്ല റെസ്പോൺസ് അവരിലും കാണാറുണ്ടായിരുന്നു. തൈറോയിഡിന്റെ ഗുളിക പക്ഷെ നമ്മളിപ്പോ ജനൌഷധിന്നോ അല്ലെങ്കിൽ ഒരു ജനറിക് മരുന്നാണ് കഴിക്കണമെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മുടെ TSH നോർമൽ ആയിട്ട് നിൽക്കുന്ന വെച്ചാൽ ഫൈൻ, കുഴപ്പമില്ല, നമ്മൾ അത് തന്നെ കഴിച്ചാൽ മതി. പക്ഷെ നമ്മൾ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് എന്നിട്ടും നമ്മുടെ TSH കുറയുന്നില്ല എങ്കിൽ നമ്മളൊന്ന് ബ്രാൻഡ് ഉള്ളൊരു മരുന്ന് കഴിച്ച് നോക്കണം. അപ്പൊ പാർക്കിൻസന്റെ മരുന്നും വ്യത്യാസമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഏതാണ്? എനിക്ക് മനസ്സിലായില്ല ആ ചോദ്യം. I am a Parkinson patient. ഓക്കെ. അപ്പോ അതിന്റെ മരുന്നുണ്ടല്ലോ, സിൻഡോപ്പ. ആ മരുന്നില് വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? അറിയാമോ? ഇല്ല, എനിക്ക് സിൻഡോപ്പയായിട്ട് മാഡം ഒരു എക്സ്പീരിയൻസും ഇല്ല. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആന്റി തൈറോയിഡ് ഡ്രഗ്സ് ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം കാണാറുണ്ട്. അപ്പൊ ഇപ്പൊ മാഡം കഴിക്കുന്ന സിൻഡോപ്പ ഇപ്പൊ ജനൌഷധിയിലാണ്, അത് കഴിച്ചിട്ട് പ്രയോജനം കുറവാണ് തോന്നുന്നെങ്കിൽ ഒരു തവണ ഒരു ബ്രാൻഡഡ് ഗുളിക ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. ചിലപ്പോൾ അതിനോട് നല്ല റെസ്പോൺസ് ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് ഓക്കെ, അതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതാണ് ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇത്രയും നല്ലൊരു വിലക്കുറവില് ഒരു നാഷണൽ ലെവലിൽ കിട്ടുന്ന മരുന്ന് മോശമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മിക്ക മരുന്നുകളും വളരെ നല്ലതാണ്. അത് വളരെ നല്ലൊരു പദ്ധതിയാണ്. താങ്ക് യു. ഓക്കെ മാഡം. മരുന്നിന്റെ ഉപയോഗം അത് എങ്ങനെ വേണമെന്നുള്ളതൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ പലരും മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും. അത് എപ്പം, ഏത് സമയം, അത് രാവിലെയാണോ, രാത്രിയാണോ, അതോ ഉച്ചയ്ക്കാണോ, ആഹാരത്തിന് മുമ്പാണോ, പിമ്പാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൂടെ ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. അതെ, അപ്പൊ അത് ഞാൻ എന്റെ സ്ലൈഡില് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ തൈറോയിഡിന്റെ ഗുളിക കാണാമല്ലോ അല്ലെ? ഈ സ്ലൈഡ് ഇപ്പോ കാണാം. അപ്പൊ ഈ ഗുളിക, തൈറോയിഡിന്റെ ഗുളിക നമ്മൾ രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ വേറെ ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല. ബിക്കോസ് അബ്സോർപ്ഷൻ കുറയും. ചായ, കാപ്പി അതൊന്നും പാടില്ല. അപ്പൊ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ പല്ല് തേക്കുന്ന ബ്രഷിന്റെ ഒപ്പം ഈ തൈറോയിഡിന്റെ ഗുളിക വെക്കുക. അപ്പൊ രാവിലെ പല്ല് തേക്കാൻ വേണ്ടി പേസ്റ്റ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഗുളിക അങ്ങ് വായിലോട്ട് ഇടുക. അപ്പൊ 1 മണിക്കൂർ പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേക്കും 1 അവർ പാസ് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അയണും കാൽഷ്യവും, ഗർഭിണികൾ കഴിക്കുന്ന ഒരു ഗുളികയാണ് അയണും കാൽഷ്യവും. അപ്പൊ അവര് അതിന്റെ ഒപ്പം തൈറോയിഡ് കഴിച്ച അബ്സോർപ്ഷൻ കുറയും. ഒരു 4 മണിക്കൂറിന്റെ ഗ്യാപ്പ് എങ്കിലും വെക്കണം. പിന്നെ ചില ആൾക്കാർ സോയ് മിൽക്ക് ഒക്കെയാണ് കുടിക്കുക. ചില ആൾക്കാർക്ക് കൗസ് മിൽക്ക് പറ്റില്ല എന്നൊക്കെ പറയാം. ഈ സോയ് മിൽക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കാം. അപ്പൊ അതും കുറച്ചൊരു 2 to 3 hours ഗ്യാപ്പ് കഴിഞ്ഞ് സോയ് മിൽക്ക് ആണെങ്കിൽ, സാധാരണ കൗസ് മിൽക്ക് ആണെങ്കിൽ 1 hour കഴിഞ്ഞ് എടുക്കാം. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു.
ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ we can close the session. നമുക്ക് ഇനി കൺക്ലൂഡിംഗ് റിമാർക്സിലേക്ക് പോവാം. അപ്പൊ കഴിയുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവർക്കും താങ്ക്സ് പറയാനുണ്ട്. എനിക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി എല്ലാരെയും കാണാനും പറ്റി തന്നതിന്. അപ്പൊ NSS ഡൽഹി പ്രസിഡന്റ് MKG പിള്ളൈ സാറും ജനറൽ സെക്രട്ടറി MD ജയപ്രകാശ് സാറും പിന്നെ ഓർഗനൈസ് ചെയ്ത ഗിരിജ മാഡം എന്നെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആശ്രം ശ്രീനിവാസപുരിയിലെ എല്ലാ കരയോഗ മെമ്പേഴ്സിനും പിന്നെ ശ്രീജ ചേച്ചിക്കും വിനോദ് ചേട്ടനും അവരാണ് എൻ്റെ ഈ ഒരു NSS ഡൽഹിയിലുള്ള റിലേറ്റീവ്സ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ഡോക്ടർ രേഷ്മ. ഇനി നമുക്ക് കൺക്ലൂഡിംഗ് റിമാർക്സിലേക്ക് പോവാം. ശ്രീ MKG പിള്ള സാർ. എൻഡോക്രോണോളജി എന്ന ഒരു മെഡിക്കൽ വിഭാഗം ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഡോക്ടർ രേഷ്മ ഇന്ന് സംസാരിക്കുകയും കുറേയൊക്കെ ഇതിൽ മനസ്സിലാവുകയും ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായത് ഈ തൈറോയിഡ് എന്ന് പറയുന്ന ഈ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം കൂടുതലും സ്ത്രീകളിലും പെൺകുട്ടികളിലുമാണ് കാണുന്നത് എന്നാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ജനിക്കുന്നതിന് മുമ്പും കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇന്ന് ഡോക്ടർ നമുക്ക് ഇന്നത്തെ ഈ ആരോഗ്യ സെഷനിൽ നമ്മളെ പഠിപ്പിച്ചത്. ഇങ്ങനെ വളരെ പ്രയോജനകരമായിട്ടുള്ള പല സെഷനും ഗിരിജയും പിന്നെ നമ്മുടെ ആശ്രം ശ്രീനിവാസപുരി കരയോഗത്തിൻ്റെ വുമൻസ് വിങ്ങിൻ്റെ പ്രവർത്തകരും പ്രത്യേകിച്ച് ഗിരിജ നാരായണൻ നായരും ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഡൽഹി NSSൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ നന്ദി നിങ്ങൾക്കും രേഖപ്പെടുത്തുകയാണ്. ഡോക്ടർ വളരെ മിതമായ ടെക്നോളജി ഒന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ നല്ല ഭാഷയിൽ സിമ്പിളായിട്ട് ഞങ്ങളെ അത് ഉദ്ബോധിപ്പിച്ചു തന്നു. ഈ ഡോക്ടർക്ക് വളരെയധികം നന്ദി നേരുന്നു. സമയം കണ്ടെത്തി ഇവിടെ ഇതിൽ 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിൽ പ്രത്യേകം നന്ദി. ഇതുപോലുള്ള ഈ സെഷൻസ്, ആരോഗ്യ ഉദ്ബോധന സെഷൻസ് ഇനിയും ഉണ്ടാകും. എല്ലാവർക്കും, എല്ലാ കരയോഗാംഗങ്ങൾക്കും, നമ്മുടെ ഇതിലെ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി നേരുന്നു. ഇനിയും ഇന്നത്തെ ഈ സെഷനെ പറ്റി പറയാനുള്ളത് വളരെ നമ്മൾ സാധാരണ ഡയബറ്റീസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഇങ്ങനെയുള്ള സുഖങ്ങളെ പറ്റിയാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി നമുക്ക് ബോധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈറോയിഡ് എന്ന് പറയുന്ന ഈ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം അതും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഉദ്ബോധനമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ച്, നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവർ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഉപദേശത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ശ്രീ ജയപ്രകാശ് MD ജയപ്രകാശ് ജി, കൺക്ലൂഡിംഗ് റിമാർക്സ്. എല്ലാവർക്കും നമസ്കാരം. തുടക്കം മുതൽ വളരെ ശ്രദ്ധയോടെ ഞാനിത് കേട്ടിരുന്നു. ഡോക്ടർ രേഷ്മ വളരെ നല്ല രീതിയിൽ വളരെ ലളിതമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട തൈറോയിഡ് പ്രശ്നങ്ങളെ പറ്റിയിട്ട്, അതിൻ്റെ എന്താണ് തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ളത് മുതൽ അതിൻ്റെ രോഗങ്ങൾ, അതിൻ്റെ കൂടിയാല് കുറഞ്ഞാല് ഇതിൻ്റെ വിശദമായിട്ട് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണമുള്ള രീതിയിൽ അത് വിശദീകരിച്ചു. കാരണം പലരും, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 30-40% സ്ത്രീകൾക്കും ഈ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ അതിനെ ചികിത്സിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് വെച്ചിട്ടാണ് അതിൻ്റെ മരുന്നിൻ്റെ ഉപയോഗക്രമം, അത് ഏത് സമയം കഴിക്കണമെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചത്. ആൾക്കാരിലേക്ക് അത് ഒന്നുകൂടെ എത്തട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചോദ്യം ഇടയ്ക്ക് ചോദിച്ചത്. അത് വളരെ വിശദമായിട്ട് അത് ഡോക്ടർ രേഷ്മ വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട്, മരുന്ന് കഴിക്കേണ്ട ക്രമത്തിൻ്റെ പറ്റിയിട്ടും വളരെ നന്നായിട്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ ഈ സെഷൻ യൂട്യൂബ് വഴി നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് യൂട്യൂബിൽ തത്സമയം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കൂടുതൽ പേരിലേക്ക് എത്തും, ഈ സന്ദേശം എത്തും. അല്ലാതെ ഇപ്പൊ ഈ മീറ്റിംഗ് കയറിയവർ കൂടാതെ ഇത് എല്ലാവർക്കും കാണത്തക്കവണ്ണമുള്ള രീതിയിൽ നമ്മളത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു ഉണ്ട്.
അപ്പോൾ അതിനുള്ള എല്ലാ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ രാജ്കുമാർ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി യൂട്യൂബ് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു സെഷനാണ് ഇപ്പം നടത്തിയത്. ആശ്രം ശ്രീനിവാസപുരി കരയോഗവും അതിൻ്റെ ഇത്തരത്തിലുള്ള നിരവധി പരിശ്രമമല്ല, എല്ലാവർക്കും, എല്ലാ പൊതുജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് സമൂഹ മാധ്യമങ്ങൾ വഴി നമ്മളിത് പ്രചരിപ്പിക്കുകയാണ്. വളരെ സന്തോഷം. ഇനിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ശ്രീനിവാസപുരി കരയോഗവും അതിൻ്റെ വനിതാ വിഭാഗവും മുമ്പോട്ട് പിന്തുണയും അതിന് ഉണ്ട്. വളരെ നല്ല രീതിയിൽ ഒരു പരിപാടി അവതരിപ്പിച്ച ഡോക്ടർ രേഷ്മയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി മുമ്പോട്ട് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോവാം. മിസ് ദേവിക വിനോദ്, വോട്ട് ഓഫ് താങ്ക്സ്. Good evening. ദേവിക. Good evening, everyone. On behalf of today's organizing committee, I would like to extend my sincere gratitude to Dr. Reshma for giving such an insightful, അവരുടെ ഡൗട്ട്സ് വളരെ പേഷ്യൻ്റ്ലി ആയിട്ടാണ് അഡ്രസ്സ് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇന്നത്തെ ഓഡിയൻസ് ആണ്. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരുപാട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ടു ഓൾ പാർട്ടിസിപ്പൻസ് ഫ്രം ഡൽഹി ആസ് വെൽ ആസ് ഫ്രം ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. I would like to extend my sincere appreciation to Shri M.K.G. Pilla sir, President of Delhi NSS, and Shri M.D. Jayaprakash, General Secretary of Delhi NSS, for their wholehearted support and constant encouragement in organizing this online lecture. We gratefully acknowledge Srimati Srija Vinod for the beautiful prayer that set a serene, positive tone in the beginning itself. Special thanks to Shri Suresh Kumarji for designing today's lovely invitation, and Shri Rajkumarji for providing seamless back-end IT support. I also extend my sincere thanks to our own TJ Nair sir, the chairperson of NSS Ashram Srinivasapuri Jasola Karyogam, Shri Ajit Kumar Kiji, Vice Chairman, Shri Ajit Kumar, Shri Murlidharan, Secretary, and the main pillars of Mahila Wing, Srimati Geeta Sunil Kumar, Chairperson, Srimati Padma Uday Kumar, Vice Chairperson, Srimati Ajita Ajit, Secretary Mahila Wing, and of course, last but one of the most important pillars of our Mahila Wing, Dr. Girija Nair, Program Coordinator, along with all office bearers and members of NSS Ashram Srinivasapuri, Jasola Karyogam, and other Karyogams of Delhi. Once again, thank you so much, Dr. Reshma, for sharing your valuable knowledge with us. Thank you all. Thank you so much. Thank you, Devia. Thank you.